പരസ്പരം സ്നേഹം പങ്കിടുവാനും പരസ്പരം നമ്മൾ ഷെയർ ചെയ്യുവാനുമുള്ള ഒരു നല്ല അവസരമായി കുടുംബയോഗം മാറുന്നത്. ഈ നമ്മുടെ കുടുംബയോഗത്തിൽ കൂടി അതിന് സാധ്യമായ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ച കുഞ്ഞുങ്ങൾക്ക് സമ്മാനം നൽകുന്നു. അതോടൊപ്പം തന്നെ രോഗികൾക്ക് ചികിത്സ കേൾക്കുന്നുണ്ടായി. ഇതൊക്കെ വലിയ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബയോഗത്തിൽ കൂടി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്നെ ഇടവയിൽ ധാരാളം ഈ കുടുംബയോഗത്തിന്റെ അംഗങ്ങളായിട്ടുണ്ട്. ആശംസ മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നമുക്കുണ്ട്, ശുശ്രൂഷകളും പ്രസംഗങ്ങളും ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ തറയിൽ കുടുംബയോഗത്തിന് എല്ലാവിധ ആശംസകളും നിങ്ങളെ അനുഭവിക്കും. ബഹുമാനപ്പെട്ട സാധകത്തിന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു ഗാനമാണ് കുമാരി ഷേബാബി ബാബു. Shama
ഷാജി ഡാനിലച്ച്, വേദിയിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സോളമൻ കുമാരൻ, പ്രിയപ്പെട്ട ജോസഫ് പ്രവാചൻ, നമ്മുടെ പ്രിയപ്പെട്ട CD തോമസ് പ്രവുളച്ചൻ, ഷാജൻ തോമസ് അച്ഛൻ, ജോസഫ് മാത്യു അച്ഛൻ, മറ്റേ വേദിയിലിരിക്കുന്ന പുരി കുടുംബാംഗം, വിളിച്ചാൽ കല്ലൂർ കുടുംബാംഗം, മറ്റേ സജി തറയിൽ, പ്രിയപ്പെട്ട പാപ്പച്ചായൻ, ബാബു, തോമസ് ചായൻ, മറ്റേ പ്രിയപ്പെട്ട റെയിൽ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളായി വസിച്ചിരുന്ന ഒരു കൂട്ടമാണ് നൽകിയിട്ടുള്ളത്. പണ്ട് ഇവിടെ പറഞ്ഞതനുസരിച്ച് കുറുവലങ്ങാട് നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ചുങ്കം പിരിക്കുന്നതിനാലെ, കൃഷി ചെയ്യുന്നതിനാലെ, വിദ്യാഭ്യാസം ചെയ്യുന്നതിനാലെ, ആതുര സേവനം ചെയ്യുന്നതിന് വേണ്ടി നല്ല ഒരു ജനതയെ അവിടെ നിന്ന് വാർത്തെടുത്ത് നമ്മുടെ ഈ പ്രദേശത്തെ ഒട്ടാരയ്ക്ക് പ്രദേശത്ത് അന്നത്തെ രാജ ഭരണം നടത്തിയിരുന്നവർ ഇവിടേക്ക് അവരുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ വിളിച്ചു വരികയാണ്. അവരെ ഈ ഭൂപ്രദേശത്തെ ജീവിച്ചുകൊണ്ട് ഇവിടെ അവർക്ക് നടത്തേണ്ടതായിട്ടുള്ള ദൈവിക ശുശ്രൂഷകൾ നടത്തി വിവിധ മേഖലകളിൽ അവർക്ക് നടത്താവുന്ന തരത്തിൽ ദൈവിക ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാഗര പ്രസംഗിച്ച ശ്രീമാൻ ലൂക്കോസ് സാർ തന്നെ ഇതിൻ്റെ അന്തസ്സത്തെയും മറ്റ് വിശദ വിവരങ്ങളൊക്കെ വളരെ വിശദമായി ഏതാണ്ട് 3/4 മണിക്കൂർ നേരം തറയിൽ കുടുംബാംഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിക്കുന്നത്. ലൂക്കോസാണ് ഒരു കാലഘട്ടത്തിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നപ്പോൾ അവിടെ മലങ്കര കത്തോലിക്ക പള്ളിയിൽ വേദപാഠ ക്ലാസുകൾ കൈകാര്യം ചെയ്തപ്പോഴുമൊക്കെ അതിൽ വളരെ കൃത്യമായി പങ്കെടുക്കുന്നതിനും ലൂക്കോസാറിനെ ഒരു മാതൃക അധ്യാപകനായി കണ്ടവരാണ് ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബാംഗങ്ങളും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുടുംബ യോഗങ്ങൾ പല തലത്തിൽ നടക്കുന്നു. ഈ പ്രദേശത്ത് തന്നെ ആദ്യമായി കുടുംബയോഗം സംഘടിപ്പിച്ചത് പുരാക്കാരുടെ കുടുംബയോഗം. എൻ്റെ വീടിനോട് ചേർന്നുള്ള പ്രദേശത്ത് ചക്കാലയിൽ തോമസ് സാറാണ് അന്ന് ഈ പ്രദേശത്ത് ആദ്യമായി പുരാക്കാരുടെ കുടുംബയോഗം സംഘടിപ്പിക്കുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തു. അന്ന് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ജ്ഞാനമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഇത് തമാശയായി അല്ലെങ്കിൽ ഇതൊരു അധികം തെറ്റാണ് എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായി. കാരണം ആ ധാരണ തെറ്റായി പോയ എന്ന് പിന്നീട് കാലം തെളിയിക്കും. കാരണം കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ആരാണ് കുടുംബാംഗം, എന്താണ് കുടുംബാംഗം എന്നൊക്കെ അറിയുന്നത് അവരുടെ ദൈനംദിനമുണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നതിനും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ഒരു പങ്ക്, ഒരു കൈത്താഴ് നൽകുന്നതിനുമൊക്കെ ഈ കുടുംബ യോഗങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പ്രദേശത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ പല മേഖലയിൽ നടന്നു. അതിന് എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ തറയിൽ കുടുംബാംഗങ്ങളല്ല, ഈ പ്രദേശത്തുള്ള ഇവിടെ തന്നെ കിഴക്കേ കുടുംബയോഗമുണ്ട്, പുരാക്കാര കുടുംബയോഗമുണ്ട്, കുഴിയിൽ കുടുംബയോഗമുണ്ട്, കല്ലൂർ കുടുംബയോഗമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ പങ്ക് സാധിക്കും. സാധാരണ എനിക്ക് തന്നെ ഓർമ്മയുള്ളത് ഞങ്ങളുടേതായ കുടുംബയോഗം നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വീടുകളിലെ ലിസ്റ്റുകളും കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതൊരു ചെറിയ സംഭവമല്ല. ഇത് നമുക്ക് തോന്നുന്ന സാരമില്ല, അല്ലെങ്കിൽ ഇത്രയും പേര് പങ്കെടുത്ത് സാരമില്ല എന്ന ഒരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഇത് ശ്രമകരമായ ഒരു പണിയാണ്. കാരണം ഇത് സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുടുംബാംഗങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവരിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങൾ മനസ്സിലാക്കുന്നത്, അവരെ പുറത്തിറങ്ങിക്കൊണ്ട് ഒന്നിച്ച് മാലയിലെ കട്ടി നടത്തുന്നത് ഒരു ശ്രമകരമായ പണിയാണ്.
അതിന് ശ്രമകരമായ പണിയിൽ ഏർപ്പെട്ട ഈ കുടുംബാംഗങ്ങളെ, ഈ കുടുംബത്തിന്റെ തലപ്പത്തുള്ള ഭാരവാഹികളെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുന്നു. കാരണം ഈ നമ്മുടെ രാജ്യത്തൊഴികെ മറ്റു രാജ്യത്തൊക്കെ ചെന്നാൽ എനിക്ക് വിദേശത്ത് 8-9 രാജ്യത്ത് പോകുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു. നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ അവരുടെ വീട്ടിൽ ഒരു പെട്ടി, അവരുടെ വീട്ടിൽ ചെറിയൊരു പെട്ടി, അവരുടെ വീടിന്റെ ഉൾവശത്ത് ഏറ്റവും പ്രധാന സ്വീകരണ മുറിയിൽ ഒരു പെട്ടി ഉണ്ടാകും. ഈ പെട്ടിയിൽ നമ്മൾ വിചാരിക്കുന്നവരുടെ സമ്പത്താണ് അല്ലെങ്കിൽ ഒരു പണമാണ്, രൂപയാണ് എന്നൊക്കെ. ഇതല്ല, അവരുടെ ഉൾവശത്തിരിക്കുന്ന പെട്ടി വളരെ മനോഹരമായി അലങ്കരിച്ച് വളരെ കൃത്യമായി വെച്ചിരിക്കുന്നത് അവരുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ കുടുംബ ചരിത്രം എഴുതിയ റെക്കോർഡ് ചെയ്ത ഒരു ബുക്കാണ് അതിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ആ മനോഹരമായ പെട്ടിയിൽ വളരെ പൂക്കളും ഒക്കെ കൂടി വളരെ സന്തോഷമായി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലാണ് നമ്മൾ പരമാവധി ഒരു TV, ഒരു 24 30 ഒരു TV വാങ്ങി നമ്മുടെ സ്വീകരണത്തിൽ വെച്ചിരിക്കുക. ആരും വന്നാലും ഇത് കാണുന്നത് അവിടെ അതല്ല. അവിടെ അവരുടെ സ്വീകരണത്തിൽ അതിപ്രധാനമായി വെച്ചിരിക്കുന്നത് അവരുടെ കുടുംബ ചരിത്രം അറിയുന്ന, ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ്. ഒരു മനോഹരമായ ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ആ പെട്ടിയിൽ അവരുടെ ചരിത്രം, ഏത് നൂറ്റാണ്ടിലാണ് അവർ ജനിച്ചത്, അല്ലെങ്കിൽ അവരുടെ ചരിത്രം എവിടെ നിന്ന് വന്നത്, അവിടെ അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ ഭാഷ എന്താണ്, അവരെ ഏത് ഇടത്തിൽപ്പെടും, അവരുടെ എന്തെല്ലാം ആനുകാലികമായിട്ടുള്ള സംഭവ വികാസങ്ങളുണ്ട്, അതെല്ലാം വളരെ കൃത്യമായി എഴുതി സൂക്ഷിച്ച് റെക്കോർഡ് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും ബുക്കിൽ വളരെ കൃത്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അവരാണ് കുടുംബാംഗങ്ങൾ ആണ് എന്നുള്ള ഉറപ്പ് അവരുടെ തലയിൽ കയറിയതിനു ശേഷമാണ് അങ്ങനെ അവർ തീരുമാനമായത്. അപ്പോൾ അവരാണ് കുടുംബാംഗങ്ങൾ. അത് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ അവരെ അത് വെക്കുമ്പോൾ അവരുടെ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് വരുന്ന തലമുറയ്ക്ക്, അവരുടെ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇനിയും ജീവിച്ച് ചേരുവാനുള്ളവർക്കൊക്കെ മനസ്സിലാവാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ഒരു സംഭവം നമുക്കില്ല. നമുക്ക് പരമാവധി നമുക്ക് ആഹാരം കഴിക്കാം, നമ്മൾ കിടന്നുറങ്ങുക, മറ്റുള്ളവരെ എങ്ങനെ ശല്യപ്പെടുത്താം അല്ലെങ്കിൽ ഏത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള ഒറ്റ ചിന്തയോട് നമുക്ക് മലയാളികൾക്ക് ആ ചിന്താഗതി മാറിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ കുടുംബാംഗങ്ങൾ വഴി നമുക്ക് അതുമായി ഒക്കെ നിരന്തരം ബന്ധപ്പെട്ട് തീർച്ചയായും അങ്ങനെ വരുമ്പോൾ വളരെ കൃത്യമായി നമ്മുടെ പ്രദേശത്തിന് ആകമാന ഒരു മാറ്റമുണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ 3 വൈദികർ ഒരു ശരിയായി മാതൃക അധ്യാപകരായ ജോർജ് സാർ, കെ ജോർജ് സാർ, ലൂക്കോ സാറടക്കമുള്ള അധ്യാപകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, മറ്റ് സമൂഹത്തിലെ എല്ലാ മേഖലയിലും തിളക്കമാർന്ന വർക്ക് ചെയ്യുന്ന നിരവധി പേർ നമ്മുടെ തലയിൽ ഭാഗമായിട്ടുണ്ട്. അവരെയൊക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഏത് തരത്തിൽ കൈത്താങ്ങ് കൊടുക്കാമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് അവരെ സഹായിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചതിൽ സഹിഷ്ണുതയുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നത്. ഇപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെയല്ല, മറ്റുള്ളവരെ പോലും ചെറിയ തോതിൽ ഇപ്പോൾ നമുക്കുള്ളതിൽ പങ്കുകൊടുത്താൽ അതിനപ്പുറം കൊടുക്കണം. ഉള്ളതിൽ ഒരു ചെറിയ പങ്ക് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി സഹായിക്കുന്നതിന് നമ്മൾ തീർച്ചയായും നമ്മൾ കരുതണം, അവരെ സഹായിക്കണം. ഇത്തരത്തിൽ ഈ ഇന്ന് ഇവിടെ നടത്തിയ കുടുംബ യോഗത്തിൽ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KP ഗണേശകുമാർ അവർ ഇവിടെ എത്താമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ സംഘാടകമായി അദ്ദേഹത്തിന് തിരിച്ചെത്തുമ്പോൾ ഒരു ക്ഷേത്ര ദർശനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തൂരിലാണ് എന്ന് രാവിലെ 10 മണിയോടെയാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. അതിന് മുമ്പ് അഡീഷണൽ പ്രൈം സെക്രട്ടറി അച്ചമ്പൂർ ലളിതകുമാർ ഇവരെ വിളിച്ചറിയിച്ചിരുന്നു. എങ്കിലും ഗണേശകുമാർ പറഞ്ഞു ഇവിടെ ഉള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം വരാൻ പറ്റാത്തതിനുള്ള എല്ലാ പ്രയാസങ്ങളും അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ കുടുംബം അറിയിക്കുന്നു. ഒപ്പം ഇവിടെ പ്രായമുള്ള പാപ്പച്ചാരടക്കമുള്ള ഒരു 94 വയസ്സുള്ളതാണ് പറഞ്ഞത്. 94 വയസ്സുള്ള കുടുംബാംഗമൊക്കെ ഈ വേദിയിൽ വന്ന് അച്ഛനും അവരുടെ ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്നും ഒരു ആദരവ് വാങ്ങുന്നതിന് സാധിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല.
കുറിക്കുന്നതിന്